ഇപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സോളിനോയിഡ് ഉണ്ട്. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരസ്പരം എന്നാ അല്ലേ? അപ്പം ഒരു എന്നാ പറയണേ, ഒരു കമ്പിച്ചുരുളിലെ അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനുള്ള ഫ്ലക്സിന്റെ വ്യതിയാനം മൂലം തൊട്ടടുത്ത് മറ്റൊരു കമ്പിച്ചുരുളിൽ അതിൻ്റെ ഫലമായി കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പം നമുക്കിതിനൊരു പ്രൈമറി കോയിൽ വേണം, അതുപോലെ തന്നെ നമുക്കതിനൊരു സെക്കൻഡറി കോയിൽ വേണം. നമ്മളുടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും കൂടെ എന്നാ പറയണം, ഇതൊരു നമ്മളുടെ ഒരു സോഫ്റ്റ് അയൺ കോറാണ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാന്ന് കാണിക്കാൻ വേണ്ടി വരച്ച. അപ്പൊ ഇങ്ങനെ ഒരു സിലിണ്ടർ, ഇതിന് ചുറ്റും നമ്മളൊരു കമ്പിച്ചൂറിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്ത ഇതിനെ ഞാൻ പ്രൈമറി എന്ന് വിളിച്ചു. ഇതേ ചുറ്റി അപ്പുറത്തെ വശത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതിനെ ഞാൻ പ്രൈമറി കോയിൽ എന്ന് വിളിച്ചു. ഇതിലാണ് ഞാൻ ബാറ്ററി കണക്ട് ചെയ്തത്. ബാറ്ററി കണക്ട് ചെയ്തു, ഒരു സ്വിച്ച് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് ഇട്ട് എന്നാ പറ്റും? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്തൂടെ സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുമ്പം ഈ സോളിനോയിഡിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതിന് ചുറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു സെക്കൻഡറി കോയിൽ വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ വേറൊരു കോയിൽ ഈ വ്യതിയാനം വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു കറണ്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യതിയാനം, ഇത് ബൾബ്, ഇതിന് കിട്ടും. അപ്പൊ ഈ ഇൻഡ്യൂസ് ചെയ്ത EMF ഇതിനും കിട്ടും, ബൾബ് തെളിയും. ഇങ്ങനെ ഇവിടെ ബാറ്ററി കൊടുത്തിട്ടില്ല അല്ലേ? പ്രൈമറി സർക്യൂട്ടിൽ ഒരു ബാറ്ററി, ഇത് ബാറ്ററിയാണ്, അത് DC ബാറ്ററിയാണ്. DC ബാറ്ററി കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഈ ബൾബ് ഒന്ന് തെളിഞ്ഞു, ബൾബ് ഓണായി. ഇനി നോക്കിയാൽ സ്വിച്ച് ഓൺ ആക്കി വെച്ച് പിന്നെ ഓൺ ആക്കി ഇട്ടിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ വെനെവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാ പറയുന്നത്. വെനെവർ there is a change in magnetic flux. എപ്പോഴാണോ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു വ്യത്യാസം വരുന്നത്, അപ്പൊ നോക്കിയത് ഒരു DC ആണെങ്കിൽ നമുക്കറിയാം അതൊരു ഡയറക്റ്റ് കറണ്ട് അല്ലേ? സ്വിച്ച് ഇട്ട കറണ്ട് കിട്ടും. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് വ്യതിയാനം വരണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നോ അപ്പൊ വീണ്ടും ബൾബ് തെളിയും. പിന്നെ ഓൺ ആക്കിയ വീണ്ടും ബൾബ് തെളിയും. പിന്നെ ഓഫ് ആക്കിയ ബൾബ് വീണ്ടും തെളിയും. അപ്പം ഒരു DC ബാറ്ററി സോഴ്സ് ഉപയോഗിച്ച് പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് സെക്കൻഡറി സർക്യൂട്ടിലെ ബൾബ് തെളിയണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? കണ്ടിന്യൂസ്ലി we need to switch on and off the DC source. ഒരു DC സോഴ്സ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാറ്ററിനെ ഓണും ഓഫും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി, അങ്ങനെ നിന്ന് പോയി. ഓഫ് ചെയ്തപ്പോൾ വീണ്ടും ഓൺ ചെയ്യുമ്പോൾ വീണ്ടും വരും. അപ്പോൾ അതനുസരിച്ച് ഈ വ്യത്യാസം ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് അൾട്ടർനേറ്റിലേക്ക് ഇടും തെളി. നമുക്ക് പ്രായോഗികമായിട്ട് അത് ഒരു എന്നാ പറയുന്നത്, നല്ലൊരു കാര്യമല്ലേ, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപാടി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ സർക്യൂട്ടിൽ ഈ DCക്ക് പകരം
we can use or change DC to AC current. AC current എങ്ങനെയാണ്? It has എപ്പോഴും ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. or varying current ആണ്. അപ്പോൾ വേരിയിങ് കറണ്ട് ആകുമ്പം ആദ്യം പോസിറ്റീവ് ഹാഫ് വരും, ഇത് പോസിറ്റീവ് ഹാഫ് വരും, അപ്പൊ ബൾബ് ഓൺ ആകും. അതങ്ങ് കടന്നു പോകുമ്പോൾ നെഗറ്റീവ് ഹാഫ് വരും, അപ്പൊ എന്നാ പറ്റും? വീണ്ടും അത് ഓൺ ആകും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് ഓൺ കണ്ടീഷൻ ആയിരിക്കും ഇഫ് വി ആർ യൂസിങ് ആൻ AC സോഴ്സ്. ഈ DC ക്ക് പകരം പടം വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചാൽ മതി. ഒരു AC സോഴ്സ് കൊടുക്കും. AC വേരിയിങ് ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ ഒരു വേവിന്റെ പടം, AC സോഴ്സ് ഓർ AC voltage. When we are applying a AC voltage, the bulb is continuously glown or blow. It is due to the continuous variation of the magnetic flux due to the change in the direction of the AC voltage. അപ്പോൾ നോക്കുക, മ്യൂച്വൽ ഇൻഡക്ഷൻ ഒരു കോയിലിൽ ബാറ്ററി കൊടുത്തിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കോയിലിലാണ് നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ ബൾബ് തെളിക്കുന്നത്. അപ്പോൾ ഒരു DC വെച്ച് നമുക്കിത് ചെയ്യുവാണെങ്കിൽ whenever there is a change in magnetic flux, ആന്റിഫ്ലക്സിന് വ്യത്യാസം വരുത്താൻ DC ആണ് ആയി ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് കടത്തി വിടുക, ഓഫ് ആക്കുക, വീണ്ടും കടത്തി വിടുക, ഓഫ് ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഘടിപ്പിച്ച് സ്വിച്ച് ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കണം. അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടായതുകൊണ്ട് AC ഉപയോഗിച്ചൊരു അഡ്വാൻറ്റേജ് അങ്ങനെയൊക്കെ ചോദിക്കാം. മ്യൂച്വൽ ഇൻഡക്ഷനിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഏതാണ് നല്ലത്? ഇപ്പൊ നമ്മൾ പറയാം AC ആണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടും. അതെന്നാന്ന് ചോദിച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസമുണ്ട്. അപ്പം പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വ്യതിയാനം മൂലം സെക്കൻഡറി കോയിലില് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് when we apply a current to a primary coil, when we apply a current or voltage, current to the primary coil, comma, the magnetic field of this coil is varied, which induce an EMF in the secondary coil. Actually, that is the definition of mutual induction. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്? അതിൻ്റെ ഫിഗർ DC ആയിരിക്കുമ്പോൾ ഓണും ഓഫും ചെയ്യണം, AC ആണെങ്കിൽ ഓണും ഓഫും ചെയ്യേണ്ട കാര്യമില്ല. ഓൾട്ടർനേറ്റീവ്ലി ഇതായിക്കോളും. പ്രൈമറി കോയിലിലെ ഫ്ലക്സിന്റെ വ്യതിയാനം മൂലം സെക്കൻഡറി കോയിലിൽ നമുക്കൊരു ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ക്ലിയർ ആയോ? ആക്ച്വലി ദിസ് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ നെക്സ്റ്റ് ഹെഡിങ് ട്രാൻസ്ഫോമർ. ഭയങ്കരമായ നിത്യവിയോഗത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോമർ. നമ്മളിപ്പം കുറവിലങ്ങാട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ട്രാൻസ്ഫോമർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ. പോസ്റ്റയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചല്ലേ, ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും പറ്റി കറണ്ട് പോയി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനമാക്കിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒത്തിരി ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഇത് എന്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ? ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ വരുന്നതിനേക്കാൾ വോൾട്ടേജ് കൂടുതൽ വേണം. ടു ഇൻക്രീസ്
or decrease the voltage? To increase or decrease the voltage of an AC without any change in power. Power മാറില്ല. പവർ എന്ന് പറഞ്ഞാൽ VI ഇക്വേഷൻ. അതിനകത്ത് കറണ്ട് മാറരുത്, വോൾട്ടേജ് മാറ്റുന്നത് അല്ലേ. അപ്പൊ പിന്നെ കറണ്ടില് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പവർ, അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. അതായത് ഇപ്പൊ എനിക്ക് ഒരു ഉപകരണത്തിന് വോൾട്ടേജ് കുറച്ച് മതി. അപ്പൊ 230 വോൾട്ട് വീട്ടിലെത്തി, അതിനൊരു 110 വോൾട്ട് മതിയെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജിനെ നമ്മൾ കുറയ്ക്കണം. അപ്പം നമ്മൾ പറയുന്ന പ്രോസസ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ വലിയ കറണ്ട് വരുന്നത് 11 kV ഒക്കെയാ, 11 kV. അവിടുന്ന് നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ട് കറണ്ട് എടുക്കുമ്പം ഈ 11 kV കുറച്ച് നമുക്ക് ഇങ്ങനെ വോൾട്ടേജ് കുറച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇനി അതിന്റെ ഫിഗർ ഒന്ന് നോക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതുപോലെ നമുക്ക് പ്രൈമറി കോയിലും വേണം, സെക്കൻഡറി കോയിലും വേണം. ഇവിടെ പ്രൈമറി വരയ്ക്കാം, ഇവിടെ സെക്കൻഡറി വരയ്ക്കാം. പ്രൈമറിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ ഒരു 2 കമ്പിച്ചുരുളുകളായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പം വണ്ണം കുറഞ്ഞ സ്റ്റെപ്പ് ഡൗൺ അല്ലേ, അപ്പൊ കുറയ്ക്കുക, സോറി തിരിഞ്ഞുപോയി. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പം കുറയ്ക്കണം. അപ്പൊ ഇവിടെ ലാർജ് നമ്പർ ഓഫ് കമ്പിച്ചുരുളുണ്ട്, അവയ്ക്ക് വണ്ണം കുറവാ. പടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇപ്പറേ വരുമ്പം വണ്ണം കൂടിയ എണ്ണം കുറഞ്ഞ കമ്പിച്ചുരുളുകൾ കൊടുക്കണം. നൗ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പം പ്രൈമറി കോയിലിൽ നമ്പർ കൂടുതലായിരിക്കും. പ്രൈമറി കോയിലിൽ അല്ല, ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ഇൻപുട്ട് ഇങ്ങോട്ട് കൊടുക്കും, ഇതായിട്ട് കൊടുക്കും. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കും. അപ്പം പ്രൈമറി കോയില്, ദിസ് ഈസ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിൽ എണ്ണം കൂടുതലും നേർത്ത കമ്പികളുമായിരിക്കും. സെക്കൻഡറി കോയിൽ എണ്ണം കുറവും വീതിയുള്ള കമ്പിയായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവായിരിക്കും. അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കോളം വലതുവശത്ത് കണ്ടോ? അവിടെ നമുക്ക് എഴുതാം തിൻ വയേഴ്സ് ആർ യൂസ്ഡ്. ഇവിടെ തിൻ വയേഴ്സ് ആർ യൂസ്ഡ്. പിന്നെയോ ലാർജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ടേൺസ്. ഇവിടെയോ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്, ലെസ് നമ്പർ ഓഫ് ടേൺസ് ആർ യൂസ്ഡ്. കുറച്ചെണ്ണം മതി. ഇതിന് കൃത്യം ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സോറി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് കൂട്ടണമെങ്കിൽ ഇവിടെ കൂടിക്കിട്ടണം. അപ്പൊ അവിടെ നേർത്ത കമ്പികളായിരിക്കും. മാത്രമല്ല ഇവിടെ നേർത്ത കമ്പികളായിരിക്കും, ലാർജ് നമ്പറും ആയിരിക്കും. ഇവിടെയോ തിക്ക് കമ്പികളായിരിക്കും, വളരെ എണ്ണം കുറവായിരിക്കും. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ് പറയാം? മുമ്പേ പറഞ്ഞ പോലെ പ്രൈമറി കോയിൽ തിക്കായിരിക്കും, ലെസ് നമ്പർ ഓഫ് ടേൺ ആയിരിക്കും. സെക്കൻഡറി കോയിൽ തിന്നായിരിക്കും, ലാർജ് നമ്പർ ഓഫ് കോയിൽ ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇവിടെ ഇപ്പം വി എന്ന് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, വി ഇൻപുട്ട്. ഇതിന്റെ ഔട്ട്പുട്ടിനെ വി ഔട്ട്പുട്ട് എന്ന് എഴുതിയാൽ ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പൊ വി ഇൻപുട്ട് വി ഔട്ടിനേക്കാൾ കൂടുതലാണ്, ഔട്ട്പുട്ട് കുറവാകും. ഇവിടെ ഔട്ട്പുട്ട് കൂടും, അപ്പം വി ഇൻപുട്ട് ലെസ് ദാൻ ടു ദാറ്റ് ഓഫ് വി ഔട്ട്പുട്ട്. ഇങ്ങനെ ചോദിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഓർ
സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഇവിടെ ഒരു പ്രൈമറി കോയിലുണ്ട്, ഇവിടെ ഒരു സെക്കൻഡറി കോയിലുണ്ടെന്നല്ലേ. ബാക്കിയെല്ലാം മായ്ച്ചു തന്നേക്കാം. This is a primary coil and this is a secondary coil. Then the primary coil voltage ഞാൻ VP എന്ന് എഴുതി, പ്രൈമറി ആയിരുന്നു. അപ്പൊ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഇവിടുത്തെ വോൾട്ടേജിനെ VP, ഇവിടുത്തെ വോൾട്ടേജിനെ എഴുതാം P സെക്കൻഡറി. ഇവിടുത്തെ നമ്പർ ഓഫ് കോയിൽസിനെ N പ്രൈമറി, ഇവിടുത്തതിനെ N സെക്കൻഡറി. അങ്ങനെയെങ്കിൽ പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് VP ഇസ് ഈക്വൽ ടു അവിടെ എത്ര എണ്ണം ഉണ്ടോ അതേ ഇൻറ്റു അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്സിലോൺ, ഇതെന്നായിരുന്നു ഇൻഡ്യൂസ്ഡ് EMF. സിമിലർലി VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS ഇൻറ്റു എപ്സിലോൺ. ഇനി നോക്കിയാൽ നമുക്ക് വേണേ VS-നെ VP കൊണ്ട് കഴിക്കാം അല്ലേ. സെക്കൻഡറിയിൽ എത്ര ഉണ്ടാകുന്നുണ്ട്, VS ബൈ VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബൈ ഇതും ആവും, NS ഇൻറ്റു എപ്സിലോൺ ഡിവൈഡഡ് ബൈ NB ഇൻറ്റു എപ്സിലോൺ. രണ്ടും അടിച്ച് എപ്സിലോൺ വെട്ടിക്കളെ. അപ്പം VS ബൈ VP ഇസ് ഈക്വൽ ടു NS ബൈ NB. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ പ്രൈമറി കോയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ പ്രൈമറി കോയിലെ നമ്പർ ഓഫ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് എത്ര വോൾട്ടേജ് ഇവിടെ കൂടുതൽ കിട്ടണം, ഇപ്പൊ ഇവിടെ എത്ര വോൾട്ട് വേണം, ഇത് എത്രയായ എത്ര വേണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ രണ്ട് വശത്തെയും VS-ഉം VP എടുക്കുക, എന്നിട്ട് VS ബൈ VP കാണുക. നമുക്ക് VS-ന്റെ വാല്യൂ NS എപ്സിലോൺ ഡിവൈഡ് ബൈ VP-യുടെ വാല്യൂ NB എപ്സിലോൺ. രണ്ട് എപ്സിലോൺ ക്യാൻസൽ ആയപ്പോൾ NS ബൈ NB എന്നാവും. ദാറ്റ് ഈസ് അവർ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ റിലേഷൻ കണക്റ്റിംഗ് പ്രൈമറി. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്. ഇപ്പൊ സെക്കൻഡറി ആദ്യം ഓർത്തേക്കണം, VS ബൈ VP ഇസ് ഈക്വൽ ടു NS ബൈ NB. ഇതിനെ കറണ്ട് വെച്ച് ഒരെണ്ണോടെയുണ്ട്, അത് ഞാൻ ഇപ്പൊ ഇവിടെ എഴുതുവാണ്. എഴുതുമ്പോൾ അവിടെ വന്ന് ഞാൻ പഠിപ്പിച്ചോളാം, ഓർക്കാൻ എളുപ്പത്തിനാ. അത് മാത്രം പ്രൈമറി ബൈ സെക്കൻഡറി എന്നാണ്. അപ്പൊ ഇവിടെ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞാൽ VS ബൈ VP ആണെങ്കിൽ സെക്കൻഡറിയുടെ അവിടെ നമ്പർ ഓഫ് കോയിലിനും സെക്കൻഡറി, പക്ഷെ കറണ്ട് ആണെങ്കിൽ മാത്രം മോളി പ്രൈമറി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും. സോ VS ബൈ VP ഇസ് ഈക്വൽ ടു NS ബൈ NB ഇസ് ഈക്വൽ ടു IP ബൈ IS. ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് ഒരു കോളത്തിൽ വരച്ചു വെച്ചാൽ ഇത് വെച്ചുള്ള എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ പോവാ, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ VS ബൈ VP ഇസ് ഈക്വൽ ടു NS ബൈ NB ഇസ് ഈക്വൽ ടു IP ബൈ IS. ഇപ്പം പേജ് നമ്പർ 57 കണ്ടോ? അല്ല, ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യും. സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ എല്ലാവരും. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇക്വേഷൻ ആണ് അതിന്റെ. പേജ് നമ്പർ 57. അവിടെ ആ പട്ടികയ്ക്കകത്ത് തന്നിട്ടുണ്ട് പ്രൈമറി കോയിലിന്റെ NP എന്ന് പറയുന്ന 500, V പ്രൈമറി എന്ന് പറയുന്നത് 10 വോൾട്ട്, NS എന്ന് പറയുന്നത് 2500, VS എത്ര? നമ്മുടെ ഇക്വേഷൻ എന്നാണ്? ആദ്യം S എന്ന് ഓർക്കണം. VS ബൈ VP ഈക്വൽ ടു NS ബൈ NP. അത് ഏതാ അറിയത്തില്ലാത്തത്? NS അറിയത്തില്ല അല്ലേ? അപ്പൊ VS ഇൻറ്റു NP ഡിവൈഡ് ബൈ VP ഈക്വൽ ടു NS. എന്തോ
വി എസ് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ എഴുതിയപ്പോൾ രണ്ടും ഒരുപോലെ സോറി. വി എസ് കണ്ടുപിടിക്കണം. സോ വി എസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി ഡിവൈഡഡ് ബൈ എൻ പി. എൻ എസ് എത്രയാ? 2500 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 500. 2 0 2 0. 250 ബൈ 5. I 5 25 50. വി എസ് ഈക്വൽ ടു 50 വോൾട്ട്. കണ്ടോ ചെയ്തത്? വെരി സിമ്പിൾ. ഈ പ്രോബ്ലം ഒരിക്കലും വിട്ടുകളയില്ല കേട്ടോ ചെയ്യാൻ. ഒരു കാരണവശാലും വിട്ടുകളയില്ല. അത് ഒറ്റ പ്രോബ്ലം. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എം പി. ആ ഒറ്റ ഇക്വേഷൻ കൊണ്ട് നമുക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാം.